പ്ലീസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, നമ്മുടെ എക്സാം ടൈമാണ്. എത്രയും പെട്ടെന്ന് വേഗം പാരൻസിനെ വേഗം വിളിച്ച് കൂടെ ഇരുത്താം കേട്ടോ. പാരന്റ് നിർബന്ധമായിട്ടും എക്സാം ടൈമിൽ കൂടെ ഉണ്ടായിരിക്കണം. അപ്പം എത്രയും പെട്ടെന്ന് വേഗം വിളിച്ച് എല്ലാവരും പാരൻസ് വിളിച്ച്. ആകാശേ പാരൻ്റോടെ, ജസ്റ്റിൻ പാരന്റ് വേഗം വിളിക്കൂ. ആനൈവിയ പാരൻ്റോടെ, ആനൈവിയ. ആ, എല്ലാവരും വേഗം പാരൻസിനെ വിളിക്കൂ. വേഗോട്ടെ വേഗോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. ആരും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യേണ്ടതില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 3 ഇഷ്യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും 3 ഇഷ്യൂസ് എഴുതുക. ലിസ്റ്റ് ഔട്ട് ചെയ്യുക. 3 മാർക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐറ്റം എ ബി സി ഡി ബേസ് പീരീഡിലെ പ്രൈസ് 4, 6, 4, 2. കറണ്ട് പീരീഡിലെ 6, 5, 6, 5. ഓക്കെ എങ്കിൽ സിമ്പിൾ അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് വർക്ക്ഔട്ട് ചെയ്യുക. 5 മാർക്സ്. തേർഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പറിന്റെ ഏതെങ്കിലും 2 യൂസസ് എഴുതുക. 2 മാർക്ക് കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും വേഗം വീഡിയോ ഓണാക്കി നമുക്ക് ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ചെക്കിംഗ് ടൈമിൽ എല്ലാവരുടെയും വീഡിയോ ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ 0 മാർക്ക് ആയിരിക്കും കേട്ടോ. എത്രയും പെട്ടെന്ന് വേഗം. ദിയ വേഗമാവട്ടെ, സാൻഡ്ര, രൂപ വേഗം വീഡിയോ ഓണാക്കൂ. ശ്രീനന്ദന, ഫിദ, സൂര്യ, അർജുൻ, ഫിദ പി എസ്, അദീല, ഫിദ ടി എ, അലൻ സോണി, എല്ലാവരും വീഡിയോ ഓണാക്കുക. വേഗമാവട്ടെ. അലൻ സോണി, ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ഇഷ്യൂസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 3 എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് കൊടുക്കാം കേട്ടോ. സെലക്ഷൻ ഓഫ് ബേസ് പീരീഡ് ആൻഡ് കറണ്ട് പീരീഡ്, സെലക്ഷൻ ഓഫ് നമ്പർ ഓഫ് ഐറ്റംസ്, പ്രൈസ് കൊട്ടേഷൻസ്, സെലക്ഷൻ ഓഫ് വെയിറ്റ്, സെലക്ഷൻ ഓഫ് ഫോർമുല. ഇതിൽ ഏതെങ്കിലും 3 കറക്റ്റ് ആണെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട് 3 മാർക്ക് കൊടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. സിഗ്മ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. സിഗ്മ P1 22 എന്നാണ് കിട്ടുക, കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക്. സിഗ്മ P0 16 എന്നാണ് കിട്ടുക, കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക്. ആൻസർ 137.5 ആണ്. 137. ഓക്കെ, അത് കറക്റ്റ് ആണെങ്കിൽ അതിന് 1 മാർക്ക്. ലാസ്റ്റ്, പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 37.5% എഴുതിയാൽ 1 മാർക്ക്. അതിന് 5 മാർക്ക് കേട്ടോ. ഇക്വേഷൻ 1 മാർക്ക്, സിഗ്മ P1 1 മാർക്ക്, സിഗ്മ P0 1 മാർക്ക്, ആൻസർ 1 മാർക്ക്, ഇന്റർപ്രിട്ടേഷൻ 1 മാർക്ക്. അങ്ങനെ 5 മാർക്ക് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ പോളിസീസ്. സ്യൂട്ടബിൾ പോളിസീസ് ഫ്രെയിം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് റിവീൽസ് ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസി. ട്രെൻഡ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഡിഫ്ലേറ്റിങ്ങിന് വളരെ യൂസബിൾ ആണ്. പർച്ചേസിംഗ് പവർ ഓഫ് മണി മെഷർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കൊടുക്കുക. ഇനി 2 ഏതെങ്കിലും 2 കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, മാർക്ക് ടോട്ടൽ ചെയ്യുക. പാരന്റ്സിനെ കൊണ്ട് സൈൻ ചെയ്യണം. 10ലാണ് മാർക്ക് വരുന്നത്. പേപ്പർ സെൻഡ് ചെയ്യുക. 1 മിനിറ്റ്.